ഹായ്. അപ്പോൾ നമുക്കിന്നൊരു റെസിപ്പി വീഡിയോ ആക്കിയാലോ. ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ എന്നാൽ ശരി, ഒന്ന് നോക്കിയാലോ. അങ്ങനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, ഒന്ന് ഷെയർ ചെയ്യാനും. ഓക്കെ, നമ്മൾക്കിന്ന് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചത്. ഒരു സിമ്പിൾ ബിരിയാണി കേട്ടോ, ഈസി ബിരിയാണിയാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു ബിരിയാണി വെക്കാം. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ഇതാ മുളകൊക്കെ തേച്ച് മസാല തേച്ച് വെച്ചിരിക്കണേ. പിന്നെ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണേ. തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്. പിന്നെ മല്ലിയില, പുതിനയില ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കണേ. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ലീഫ്, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, പിന്നെ ആ പൂവ് ഒരെണ്ണം, ഇങ്ങനെയുള്ള കുറച്ച് ഇത് സ്പൈസസുകളും വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് അരിയുണ്ട്, കഴുകി വെച്ചിട്ട് പൂവ് വാർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഓയിൽ ഒഴിച്ചിക്കണ്. ഓയിൽ ചൂടായിട്ട് വരുന്നുണ്ട്. ഗോൾഡ് വിന്നറാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിക്ക് ചിക്കന് വറുത്തിട്ട് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി മസാലയൊക്കെ അതിൽ പിടിക്കുമല്ലോ, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ വറുത്ത ചിക്കൻ ബിരിയാണിയാണ്. ചിക്കനിൽ എന്തൊക്കെ മസാല തേച്ചിക്കണമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. മുളക് പൊടി, പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും, ഇത്രേ തേച്ചിട്ടുള്ളൂ കേട്ടോ. ഉപ്പും ഇത് തേച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം വെച്ചു. എന്നിട്ടാണ് വറുക്കണത്. ഞാൻ ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് തീക്ക് ഒഴിച്ചിക്കണം കേട്ടോ. ഇതിക്ക് കുറച്ച് വനസ്പതിയും കൂടി ഇടുന്നുണ്ട്. വനസ്പതി ഗോൾഡ് വിന്നറിൻ്റെ വനസ്പതി, അത് ഏതായാലും കുഴപ്പമില്ല, നമ്മളെ അടുത്തുള്ളത് നമ്മൾ ഇടുക, അത്രയേ ഉള്ളൂ. അപ്പം അതും കൂടി അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് ചൂടാകട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ ഒരു പൂവ് ഒക്കെ, അങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം കുറച്ച് പിന്നെ ഇതും ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് അതിലിട്ടിട്ടുണ്ട്. ആ ഉള്ളി ഒന്ന് ഏകദേശം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ആ മൂത്ത് വരുമ്പോൾ നമ്മളേക്ക് ഒരല്പം ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഇത് നമ്മൾ ചതച്ച് വെച്ചതിന് ഒരു നുള്ളു കേട്ടോ, ആ നെയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പുതിനൻ്റെയും മല്ലിയിലൻ്റെയും ലീഫ് അതും കൂടി ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിക്കണം കേട്ടോ. അതിക്ക് ഇതൊക്കെ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള സ്ഥിതിക്ക് ഒഴിച്ചിക്കണേ. ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചത്, പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ തിളച്ച ഇതിൽ ഇനി അരി വാർത്തിട്ട്
നമ്മൾ കഴുകി വാർത്ത അരി ഇതിലിടും. എന്നിട്ട് നെയ്ച്ചോറ് വെക്കണ പോലെ തന്നെ ഒന്ന് മുക്കാൽ ഭാഗം വേവണ പോലെ എടുത്തിട്ട് ദമ്മിടുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോന്നോരോന്ന് ഞാൻ കാണിക്കാം. അരി ഇട്ടു കേട്ടോ. അരി ഒന്ന് അതിക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചാന്ന് വിചാരിച്ചു. ചെറുനാരങ്ങ നീര് ഒഴിച്ചുമ്പോൾ നമ്മൾക്ക് ഈ അരി പൊട്ടാതിരിക്കാൻ നല്ലതാണ്. അത് കേട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി തിളച്ചു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. തിളച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേകും. ചോറ് അരി ഉപ്പ് ഒക്കെ ഇട്ടു. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മുക്കാൽ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് തുടങ്ങാം. നമ്മൾ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് ചെയ്തെക്കണം എന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. ലാസ്റ്റ് നമുക്കൊന്ന് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ വീഡിയോ എടുത്തപ്പം ഫോട്ടോസിനും ഇതിനും വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ചെറുതായി അരിഞ്ഞതിൽ നുള്ളു ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. മസാല റെഡിയാക്കുകയാണ് കേട്ടോ ബിരിയാണിക്കുള്ള. ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് അതിക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇടുകയാണ് ഇട്ടിക്കണേ. ഇതൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ഒന്ന് ചേർത്ത് വിടാം. ഓരോന്നോരോന്നായിട്ട് മൂപ്പിച്ച് എടുക്കാം കേട്ടോ. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചതച്ച് വെച്ചതാണ് കേട്ടോ. അത് ഇതൊന്ന് മസാലയ്ക്ക് ചേർത്ത് ഇത് വിടാം കേട്ടോ. ഇത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് പട്ട ഗ്രാമ്പൂ ഇതൊക്കെ പൊടിച്ചതൊക്കെ ഗരം മസാല പൗഡർ അങ്ങനെ മസാലകൾ ചേർക്കണം. മല്ലിയിലയും പുതിനയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചവാസന പോയിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ലീഫും ഞാൻ ഇത് രണ്ടും അവരവരെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഞാനിത് കുറച്ച് കൂടുതൽ ചേർത്തിക്കണം മല്ലിയിലയും പുതിനയിലയും. ഇവിടെ അത് എല്ലാവർക്കും ഇഷ്ടമാണ്, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചല്ല. ഇവർക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ കൂടുതൽ ചേർക്കുന്നതാണ് ബിരിയാണിക്ക് ഫ്ലേവർ കൂടുതൽ വേണം. ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ കുറച്ച് മതിയാവും, അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ മല്ലിയിലൻ്റെയും ഇതിൻ്റെയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല പൗഡറുകളുണ്ടല്ലോ, പട്ട ഗ്രാമ്പൂ ഏലക്ക പൊടി പിന്നെ ഗരം മസാല പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള മസാലകൾ ഇതൊന്ന് മൂപ്പിച്ച കേട്ടോ. അത് ആ എണ്ണയിൽ കിടന്ന് അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നു, ആ തക്കാളിയും കൂടി ഒന്ന് ഇതിലേക്ക് ഇത് ചെയ്യുക. അതൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോൾ ചിക്കൻ ചേർത്ത് തൈരും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളി നല്ല വാടിയിട്ടോ. നമ്മൾ കുറച്ച് തൈര് ഇതിൽ ഒഴിച്ചു. തൈരൊന്ന് ചെയ്തിട്ട് തൈരിട്ടു. ആ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ടിട്ടു. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനും കൂടി വയ്ക്കാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മസാല റെഡിയാക്കുക. മസാല റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ദമ്മിട്ട ഒന്ന് പിന്നെ കഴിക്കുമ്പോൾ അത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് ദമ്മിടുക കേട്ടോ ബിരിയാണി. ഞാനിത് ചോറ് നീക്കി വെച്ചിട്ടാണ് ചെയ്യണത്. എന്താ വെച്ചാൽ ഇപ്പോൾ അതിന് വേറൊരു പാത്രം ഒന്നും ഇത് ചെയ്യണ്ട വിചാരിച്ചിട്ടാണ്. കുറച്ച് മസാല ഫസ്റ്റ് നമ്മൾ ചോറ് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് ചോറ് എടുത്തും വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് മസാല ചെയ്യാണ്.
എന്നിട്ട് ഈ ചോറ് ഞാനിങ്ങോട്ട് തള്ളി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തും അങ്ങനെ ദമ്മിടാന്ന് വിചാരിച്ചു. മസാലകളിങ്ങനെ അപ്പോൾ ചോറ് ഇങ്ങനെ ദമ്മിടുകയാണ് കേട്ടോ. ഈസി എളുപ്പ വഴിയാണ്. അല്ലാതെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിന് വേറെ ഇത് ചെയ്യണ്ടേ. കുറച്ച് മല്ലിയിലയും പുതിന ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ചിക്കൻ മസാലകൾ, ചിക്കനും മസാലയും ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ച്, അതും കൂടി അങ്ങനെ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ചോറും കൂടി ഞാൻ അതിൽ ഇങ്ങനെ ദമ്മാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദമ്മാക്കിയിട്ട് നല്ലോണം അടച്ച് വെക്കുകയാണ്. കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാഷ്യൂ, അണ്ടിപ്പരിപ്പ്, മല്ലിയിലയും പുതിന ഇല ഒക്കെ ഇട്ട് ഒന്ന് ദമ്മിലിട്ടതാണ് കേട്ടോ. അത് ദമ്മിലിട്ട് കഴിഞ്ഞപ്പോൾ തുറന്നതാണ്. നമ്മൾക്ക് കഴിക്കാം. അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ആയിക്കണം കേട്ടോ. ബിരിയാണിക്ക് പപ്പടവും സാലഡും അച്ചാറും, നാരങ്ങ അച്ചാറാണ്. ഇത്രയാണുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേണ്ടി ഇതുപോലൊരു ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാമല്ലേ നമുക്ക്.